രാമട്ടാ, നിങ്ങളെന്താ ഇപ്പം ഈ മിണ്ടാണ്ടിരിക്കണേ? ഇങ്ങനെ മഴ ചെയ്താൽ എങ്ങനെ പിരിവ് നടക്കുക? ഫണ്ടൊന്നും ആയിട്ടില്ലേ, നല്ല കാറ്റും മഴയും. എങ്ങനെ ഇപ്പം നമ്മൾ പരിപാടി നടത്താമെന്ന് വിചാരിക്കണം. ആ പരിപാടി മാറ്റി വെച്ചാലോ? ട്രഷറെ വിളിച്ചിട്ട് നമുക്ക് കാര്യം പറയാം. കുട്ടികളെ പരിപാടി മാത്രം മതി. നമുക്കേ ഗാനമേള വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് വിളിച്ചിട്ടേ ആ ചെമ്പ്ര മ്യൂസിക്കിനെ വിളിച്ചിട്ടേ പറയാം പരിപാടി തൽക്കാലം മാറ്റി വെച്ചിരിക്കണം. അല്ലാതെ ഇപ്പം നമുക്ക് ഈ ഫണ്ട് ഇല്ലാതെ കാര്യം നടക്കില്ല. നമ്മൾ ആ മണ്ണും കൂടി ഇടിഞ്ഞതുകൊണ്ടേ ഒരാൾക്ക് പിരിവിന് പോകാൻ പറ്റില്ല. പിരിവിന് പോകാൻ അടി ഏത് വഴിക്കാൻ വരാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആദ്യം വിളിച്ച് പറയാം അല്ലേ? ഹലോ ഹലോ, ആ ചെമ്പ്ര മ്യൂസിക് ബാൻഡ് അല്ലേ? അതെ. ആ സാറേ, ഞാൻ ഇവിടെ അമ്പലത്തിൽ നിന്നാ. ആ പറയൂ. പിന്നെ നല്ല മഴയും കാറ്റുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണിടിച്ചിലൊക്കെ നടന്നിട്ടുണ്ട്. അല്ല, അപ്പോൾ പരിപാടി തൽക്കാലം ഗാനമേള വേണ്ടാന്നാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അത് വേണ്ടിയിട്ട് അറേഞ്ചൊക്കെ നേരത്തെ ചെയ്തു വെച്ച് പോയി. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അത് ഫണ്ട് എത്തിയിട്ടില്ല. ഫണ്ടിനൊരു ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ അതുമല്ല, അത് നടക്കൂല, നല്ല മഴയും കാറ്റുമാണ്. തൽക്കാലം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രോഗ്രാം വളരെ കുറവാണല്ലോ ഇപ്പോൾ. അല്ല, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ അവസ്ഥ വെച്ച് പരിതാപകരം. അവിടെ നടക്കൂല പരിപാടി. അതുകൊണ്ട് കേട്ടോ, സോറിയേ. ഓക്കെ, ശരി. ആകെ ടെൻഷൻ കേട്ടോ അവര്. കാരണം ഒരു പരിപാടി നഷ്ടപ്പെടുന്നു. ഓരോ പരിപാടി കാണുമ്പോഴേ എന്താ സലാമക്ക, അതും പോയോ? ഇന്നിപ്പോ മൂന്നാമത്തെ പരിപാടിയെ ക്യാൻസലാണ്. എന്താ ചെയ്യാ? അല്ല, തബലൊക്കെ കൂടെ കെട്ടിപ്പൂട്ടി അട്ടത്ത് വെക്കേണ്ടി വരുമോ? മഴ അങ്ങനെ തുടരുകയാണെങ്കിലേ അതൊക്കെ വേണ്ടി വരും സലാമക്ക. ആ ഷെബീറൊന്നുമല്ലോ. മഴയല്ലേ? അല്ലടാ, നീ എന്താ ബാങ്കിന്റെ അവിടെ കണ്ടല്ലേ? കണ്ടില്ലേ, ഭാര്യൻ്റെ ഒരു മാല ഉണ്ടായി, ഞാൻ കൊണ്ടുപോയി പണം വെച്ചു. കുട്ടികളെ സ്കൂൾ ഫീസും കുറച്ച് പൈസ വാങ്ങി കൊടുക്കാനൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ മുടങ്ങി എന്താ ചെയ്യാ? എന്താ സലാമക്ക അവസ്ഥ? ഷിവറെ മറ്റേ നമ്മുടെ മീനാക്ഷി ക്ഷേത്രത്തിലെ മേപ്പാടിക്കടുത്ത മണ്ണിടിച്ചില്ലേ, അതും ക്യാൻസലായി. ആ പ്രോഗ്രാം പോയോ? ഇപ്പൊ കോളുണ്ടായി. എന്താ ചെയ്യാ? ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം പ്രോഗ്രാം ബുക്കായതല്ലേ. പിന്നെ ഈ മഴ വന്നപ്പോഴാണ് ഇപ്പൊ പണി കിട്ടിയത്. ഞാൻ ഈ പ്രോഗ്രാം ഒക്കെ കണ്ട് എട്ടെങ്ങാനും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ എന്താ കേട്ടോ എനിക്കറിയില്ല കേട്ടോ. PTB അഡ്വാൻസ് വാങ്ങിയത് നമ്മള് അത് തിരിച്ചു നോക്കണ്ടല്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അടുത്ത കോളതായിരിക്കും. വീട്ടിൽ നിന്നേ മോൻ ചോദിക്കുക, ഉച്ചക്കണ്ട സ്റ്റേജ് പ്രോഗ്രാം ഒന്നുമില്ലേ? ആരെന്താ മറുപടി പറയാം? മഴക്കാലം വന്നാൽ നമ്മളെ ഗായകന്മാരുടെ അവസ്ഥ എന്താ? ആർക്കപ്പോൾ അതൊക്കെ അറിയാം. എൻ്റെ വീട്ടിലെ സ്ഥിതി തന്നെ. ഒരു പ്രോഗ്രാം മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ പണിക്ക് പോകുന്നുണ്ട്. പലവട്ടം ക്ലാസ് അപ്പോഴേക്കും കൂടെ ചേട്ടാ അടുത്ത പ്രോഗ്രാം. അപ്പൊ ഇതെല്ലാം മറന്ന് കൊടുക്കും. നമ്മൾ കലാകാരന്മാർക്ക് വേദി ഒരു ജോലിയല്ല, അതൊരു പ്രാണനാണ്. ശിരേഷി പറയും, കയ്യഴികളെ സ്നേഹിച്ചവർക്ക് ജീവിതം മുഴുവൻ മറ്റൊരു ശബ്ദം കേട്ട് ജീവിക്കാൻ പ്രയാസമായിരിക്കും. രാവിലെ പോരുമ്പോൾ മോള് ചോദിക്കാം, ഇപ്പച്ചി വരുമ്പോൾ ചിക്കൻ കൊണ്ടുവരണം. ഓൾക്കറിയില്ലല്ലോ ഇപ്പം നമ്മളെ അവസ്ഥ. ഈ മാസത്തെ വീട്ടുവാടക എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും നമ്മളെ മാത്രം പ്രശ്നമല്ലടാ. നമ്മളെ പോലത്തെ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന എല്ലാവരും അവസ്ഥ ഇത്. നമ്മൾ കുറേ ബുക്കിംഗ് ഒക്കെ കണ്ടിട്ട് പല സ്ഥലത്തും പല തിരിമറികളും നടത്തും. പക്ഷെ ഇതുപോലെ മഴ പെയ്യാണെങ്കിലേ പലതും ക്യാൻസലായി പോവുകയും ചെയ്യും, നമ്മൾ പെടുകയും ചെയ്യും. സത്യമല്ലേ? എനിക്ക് എത്രയോ അനുഭവങ്ങൾ. ജീവിതത്തിന് രണ്ടറ്റവും മുട്ടിക്കണ്ടേ? ആ മാ, ആ മോനെ, ആ ഉപ്പാന്റെ മരുന്നെല്ലാം തീർന്നിക്കണ്. ആ ഉമ്മാന്റെ ഷുഗറിന്റെയും പ്രഷറിന്റെയും കൂടി അത് വേണട്ടോ. ഓ പിന്നെ വീട്ടിലൊരു സാധനല്ല, വരുമ്പോ അതും കൂടി കൊണ്ടുവരണം. ആ കൊണ്ടുവരമ്മ.